ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ മോഷ്ടിക്കരുത്. ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 19, 20, 21 വാക്യങ്ങളിൽ മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ഭവനത്തെയും നിലത്തെയും മോഹിക്കരുത്. ഇസ്രായേലിന്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ മോശയ്ക്ക് നൽകിയ 10 കൽപ്പനകളിലെ 3 കൽപ്പനകൾ. ഈ പ്രയോഗം യഹൂദ ക്രിസ്ത്യൻ സദാചാര സംഹിത എന്ന് കോടതി മുറികളിലും നിയമസഭാ വേദികളിലും പലപ്പോഴും കേൾക്കപ്പെടുന്നു. ഭവനത്തെയും നിലത്തെയും മോഹിക്കരുത്. വഖഫ് ബോർഡ് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൂപ്രദേശങ്ങൾ തങ്ങളുടെ വകയാണെന്ന് കള്ളമായി വ്യാജ നിയമം സൃഷ്ടിച്ച് കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയല്ലേ വഖഫ് ബോർഡ് ഉണ്ടാക്കിയത്? ഇസ്ലാം മുസ്ലിം മതത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വഖഫ് ബോർഡിനെ ഉന്മൂലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഒരു മതത്തിനും ഇങ്ങനെയുള്ള അധികാരം ഇല്ലാതെ ഇരിക്കെ മുനമ്പത്തെ 613 കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് നൽകി അവർ ഒഴിഞ്ഞു മാറണമെന്ന്, വഖഫ് ബോർഡിന്റെ ഭൂമിയാണെന്നും അവകാശപ്പെടുവാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? തിരുവനന്തപുരം ജില്ല മുഴുവനും വഖഫ് ബോർഡിൻ്റെതാണെന്ന് അവകാശം ഉന്നയിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? മതസമുദായ ഭൂമാഫിയ സംഘർഷങ്ങൾക്ക് തുടക്കമിടുവാനുള്ള പദ്ധതിയാണ് കേരളത്തിലെ വഖഫ് ബോർഡ്. ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നങ്ങൾക്ക് ശേഷം കേരളത്തിൽ രാഷ്ട്രീയ മത സാമുദായിക പോരാട്ട സംഘർഷത്തിന് തുടക്കമിടുവാനുള്ള വഖഫ് ബോർഡിന്റെ ഈ മുനമ്പം ഭൂമി മത തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക്, തീരദേശ കടൽ പ്രദേശങ്ങൾ കൊള്ളയടിക്കുവാനുള്ള വഖഫ് നിയമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണ സർക്കാർ പൂർണ്ണമായും റദ്ദാക്കണം. മത ബോർഡ് ഇന്ത്യക്ക് ആവശ്യമില്ല. എന്തിനാ മത ബോർഡ്? ഇന്ത്യയിലെ മറ്റ് മതങ്ങൾക്ക് ഇല്ലാത്ത ബോർഡ് ഈ മതത്തിന് എന്തിന്? ഭൂമാഫിയായ വഖഫ് ബോർഡിനെ ജനം തകർത്തു കളയണം. വഖഫ് ബോർഡിന് എതിരെ നമ്മുടെ 2 സഹോദരിമാർ സംസാരിക്കുന്ന സത്യമായ കാര്യങ്ങൾ ചിലർ കേട്ടിരിക്കും. ജെറുസലേം റീനയും ജാമിദ ടീച്ചറെയും അറിയാത്തവർ ആരുമില്ല. സ്ത്രീകളാണെന്ന് പറഞ്ഞ് അവരുടെ അഭിപ്രായങ്ങൾ തിരസ്കരിക്കരുത്. മുഖവിലയ്ക്ക് നമ്മൾ എടുക്കണം. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഉന്നത സ്ഥാനങ്ങൾ പല രാജ്യങ്ങളിലും നൽകിയിട്ടുണ്ട്. ഇസ്രായേലിലെ സൈനികരിൽ സ്ത്രീകൾ യുദ്ധവിമാനങ്ങൾ പറത്തി ഇറാനിൽ വരെ ബോംബിട്ടു. പല മേഖലകളിൽ സ്ത്രീകൾ ഉയർന്ന നിലവാരം പുലർത്തി വരുന്നു. ജെറുസലേം റീനയുടെയും ജാമിദ ടീച്ചറിൻ്റെയും അഭിപ്രായങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുഖവിലയ്ക്ക് എടുക്കണം. ദൈവ നീതിക്ക് അനുസരണമായാണ് മുനമ്പത്തെ വഖഫിന്റെ അനീതിയെക്കുറിച്ച് അവർ പറയുന്നത്. ജെറുസലേം റീനയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയെ ഡിസൈൻ ചെയ്തത് വഖഫാണ്. എങ്ങനെ വേണം? ഇന്ത്യയാക്കി മാറ്റിയത് വഖഫാണ്.
ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ ഇന്ത്യയുടെ മാപ്പിൽ എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് വഖഫിനെ കാണാമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് വേറെ ഒന്നുകൂടി കേൾപ്പിക്കാം. ഇന്ത്യയിലെ ധാരാളം വഖഫ് സ്വത്ത, 9.4 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുണ്ട് ഇന്ത്യയില്. അതിന് ഏകദേശം ആസ്തി കണക്കാക്കിയാൽ 1.25 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട്. 1.25 ലക്ഷം കോടിയുടെ ആസ്തി. സൈന്യത്തിനും റെയിൽവേക്കും അല്ലാതെ അതിനപ്പുറം സ്വത്തില്ല. അതിലാണ് ഇന്ന് പലപ്പോഴും വഖഫ് ഒന്ന് കിട്ടി നോക്കണം നിങ്ങൾ. എത്ര 1.25 ലക്ഷം. ഒന്നുകൂടി ഞാൻ കേൾപ്പിക്കാം, എന്നാലേ ശരിയാകത്തുള്ളൂ. സൈന്യത്തിനും റെയിൽവേക്കും അല്ലാതെ ഇത്രയും സ്വത്തില്ല. അപ്പോൾ സൈന്യത്തിനും റെയിൽവേക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മന്റെ ആൾക്കാർക്കാണ് ഇന്ത്യയുടെ സ്വത്ത്. ഇനി ഇതിനെ ഇങ്ങനെ വളരാൻ വിട്ടാൽ ഇപ്പൊ തന്നെ ഇവന്മാർക്ക് ഇത്രയും 1.25 ലക്ഷം കോടി സ്വത്തൊക്കെ ഇന്ത്യക്കകത്ത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇതൊരു ജിഹാദിനു വേണ്ടി സ്വരുക്കൂട്ടുന്ന സ്വത്താണ് പ്രിയ സഹോദരങ്ങളെ. എടാ, ഇവന്മാരോട് പണത്തിന്റെ മുമ്പിൽ പഴന്തും പറക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല പൊട്ടന്മാരെ? ക്രിസ്ത്യാനിയെ ഹിന്ദുവെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല ഇതിന്റെ ഭയാനകത എന്താണെന്ന് പറഞ്ഞുകൊണ്ട്? ഇതൊരു ജിഹാദാണ്. ഈ ജിഹാദിന് വേണ്ടി സ്വരുക്കൂട്ടുകയാണ് ഇവന്മാർ. ഇന്ത്യയിലെ ധാരാളം വഖഫ് സ്വത്ത, 9.4 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുണ്ട് ഇന്ത്യയില്. അതിന് ഏകദേശം 9.4 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തുണ്ടെന്നാ പറഞ്ഞു. ഓൾറെഡി ക്ലെയിം ചെയ്ത് വെച്ചിരിക്കുന്ന സ്വത്തുക്കളായി ഇത്രയും. ഇനി ചെയ്യാൻ കിടക്കുന്ന സ്വത്തുക്കൾ എത്രമാത്രം ഉണ്ടെന്ന് നോക്കിയേ നിങ്ങളിനി. ഇനി ചെയ്യാൻ കിടക്കുന്ന സ്വത്തുക്കളുടെ കാര്യം നോക്കിയേ. കണക്കാക്കിയാൽ 1.25 ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട്. 1.25 ലക്ഷം കോടിയുടെ ആസ്തി. ചുമ്മാ പറയുകയാ. 1.25 ലക്ഷം കോടിയുടെ ആസ്തിയുണ്ട്. ആർക്ക്? വഖഫിന്. അപ്പോൾ ഇത് ജിഹാദിന് വേണ്ടി സ്വരുക്കൂട്ടുന്ന സ്വത്താണ്. ഈ ജിഹാദിന് വേണ്ടി ഈ സ്വരുക്കൂട്ടുന്ന ഈ സ്വത്തെന്ന് പറയുന്നത് ഇവരുടെ ജിഹാദ് എന്താ പറയുന്ന ഈ ഏതെല്ലാം തരത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നൊരു ഹിന്ദുവിനും ഒരു ക്രിസ്ത്യാനിക്കും ഹലാൽ ഹോട്ടലുകളിലല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഒരു കൂട്ട ജിഹാദ് നടക്കുകയാണ്. ഇവരുടെ ഒരു ക്രിസ്ത്യാനിയുടെ ഏരിയയിൽ ചെന്ന് മനഃപൂർവ്വം ഒരു ഹോട്ടലിടും. ആ ഹോട്ടലിൽ അറബിക്ക് ഫുഡുകളെ കൊണ്ടുവന്ന് ഇവർ സ്ഥാപിക്കുകയാണ്. അറബിക്ക് അക്ഷരങ്ങൾ എഴുതുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് അറബിക്കിൽ വളരാൻ വിടുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കോ. കേരള കലോത്സവത്തിൽ, അതായത് കേരള കലോത്സവത്തിനകത്ത് അറബിക് എന്ന് പറയുന്ന ഒരു വിഷയം തന്നെയുണ്ട്. അറബിക്ക് ഭാഷ പ്രത്യേകമായി പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികൾ കേരള യൂണിവേഴ്സിറ്റിയിലും കേരള കലോത്സവങ്ങളിലും റെയിൽവേക്കും അല്ലാതെ അതിനപ്പുറം കേരള കലോത്സവങ്ങൾക്കും കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്കും എല്ലാം തന്നെ വഖഫ് അറബിക്ക് ഭാഷ എന്ന് പറയുന്നതും ഖുർആൻ പാരായണം പറയുന്നതും ഒരു പ്രത്യേകതരം മത്സരമാണ്. നിങ്ങൾക്ക് എന്താ ഇത് മനസ്സിലാകാത്ത? രാമായണം വായന എന്ന് പറഞ്ഞൊരു മത്സരമുണ്ടോ? മഹാഭാരത വായന എന്നൊരു മത്സരമുണ്ടോ? ബൈബിൾ വായന എന്ന് പറഞ്ഞൊരു മത്സരമുണ്ടോ? സ്കൂളുകൾ വിദ്യാഭ്യാസങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവരെ നിങ്ങൾ സ്പെഷ്യലാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് മതേതര രാജ്യത്തിനകത്ത് എന്താ പറയുക, ജനാധിപത്യ രാജ്യത്തിനകത്ത് നിങ്ങൾ ഇവരെ സ്പെഷ്യലാക്കി വെച്ചിരിക്കുകയാണ്. വലതനും ഇടതനും കൂടി ചേർന്ന് ഇവരെ സ്പെഷ്യലാക്കി കാണിച്ച് അവന്മാർക്ക് തന്നെ ബോധം കൊടുത്തു. ഈ രണ്ടും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നമ്മന്റെ കാലിന്റെ ഇടയിൽ കിടക്കാനുള്ള അടിമകളാണ് എന്ന് നിങ്ങൾ തന്നെ വരുത്തിച്ചു വെച്ചു. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 27-28 വാക്യങ്ങളിൽ കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! വെള്ളത്തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. ദൈവം ജീവനുള്ള ദൈവമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് തെരുവിൽ കിടന്ന് എന്തു പറയുന്ന ഓടിക്കളിക്കുന്ന അച്ഛന്മാരുണ്ടല്ലോ. ഇന്ന് തെരുവിൽ കിടന്ന് ഓടിക്കളിക്കുന്ന അച്ഛന്മാരുണ്ടല്ലോ. ജീവനുള്ള ദൈവമാണ് ദൈവം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പന്ന അച്ഛന്മാർക്ക്, ഈ അതായത് ശവക്കല്ലറകൾക്ക്.
ദൈവവചനത്തിൽ അങ്ങനെയാ പറയുന്നത്. വെള്ളയടിച്ച ശവക്കല്ലറകളെന്നാണ് ഈ പുരോഹിതന്മാരെ കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ വെള്ളയടിച്ച ശവക്കല്ലറകളായ ഈ വൃത്തികെട്ടവന്മാര് ഈ അനുഭവിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവം ജീവനുള്ള ദൈവമായതുകൊണ്ടാണ്. എടാ, നീയൊക്കെ വിചാരിക്കുന്നത് കണക്കൊന്നും അല്ല ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുന്നത്. ഈ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ നുഴഞ്ഞു കയറി ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഹമാസ് തീവ്രവാദികൾ പോയ സമയത്ത് ഞാൻ ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് നാട്ടിലുള്ള സകല മെത്രാന്മാരെയും ഞാൻ ഫോൺ വിളിച്ചിരുന്നു. ഞാൻ സകല മെത്രാന്മാരെയും ആവുന്ന സകല മെത്രാന്മാർക്കും ഞാൻ ഫോൺ വിളിച്ചിരുന്നു. ഈ മെത്രാന്മാരോടെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി തെരുവിലിറങ്ങുകയും കോഴിക്കോടിൽ അവര് കയറി സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത്, കോഴിക്കോടിൽ അവർ പോസ്റ്ററുകളൊക്കെ ഉയർത്തിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുന്ന സമയത്ത്, അച്ഛന്മാരെ, നിങ്ങൾ ഇസ്രായേലിന് വേണ്ടിയിട്ട് അവരുടെ സമാധാനത്തിന് വേണ്ടി ഒന്ന് റാലി സംഘടിപ്പിക്കുക. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഇസ്രായേലിന് സപ്പോർട്ടുള്ള ആൾക്കാരും കേരളത്തിൽ ഉണ്ട് എന്ന് ഇവന്മാർ മനസ്സിലാക്കണം. അല്ലാതെ ഇവന്മാര് മാത്രം കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള തരത്തിൽ ഒറ്റയ്ക്ക് വാഴാൻ കേരളത്തിൽ നിങ്ങൾ അനുവദിക്കരുത്. അതിന് കേരളത്തിൽ ഒരു മതസൗഹാർദ്ദമുള്ളൊരു സമൂഹമായി കേരളം ജീവിക്കുമ്പോൾ ഒരു മതക്കാർക്ക് മാത്രമുള്ള ഈ പ്രീണനവും അവർക്കും മാത്രം ഈ ഗവൺമെന്റ്, ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് ചെയ്തു കൊടുക്കുന്ന ഒത്താശയ്ക്കും നിങ്ങൾ കൂട്ടുനിൽക്കരുത്. അതിന് വേറിട്ട തരത്തിൽ പ്രതിഷേധം നിങ്ങൾ പ്രകടിപ്പിക്കണം. നിങ്ങളൊന്ന് തെരുവിലോട്ടൊന്ന് ഇറങ്ങി നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഇസ്രായേലിന്റെ ഫ്ലാഗും പിടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളൊരു സമാധാന റാലി സംഘടിപ്പിക്കുക. മെഴുകുതിരികളുമായിട്ട് ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ബൈബിളാണല്ലോ ഇവരുടെ കയ്യിലിരിക്കുന്നത്. അതെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് ഇറങ്ങുന്ന പറഞ്ഞ് ഈ പന്ന ചെറ്റകളോട്, ഈ വെള്ളയടിച്ച കുഴിമാടങ്ങളായ ഈ അച്ഛന്മാരോട്, ഈ തെമ്മാടികളോട് ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും ഒരുത്തനും പോലും അന്ന് എന്ത് ചെയ്തില്ല, എന്റെ വാക്കിന് വില തന്നില്ല. ഇന്ന് നീയൊക്കെ തെരുവിൽ കിടക്കുന്നടാ. വൃത്തികെട്ടവന്മാരെ, നിന്നെയൊക്കെ ദൈവം തെരുവിൽ ഇറക്കിയുണ്ടോ? നീ ഇറങ്ങാത്തത് കൊണ്ട് ഇന്ന് ദൈവം നിന്നെ ഇറക്കി. അവനവന്റെ മൂട്ടി തീ വന്നാലേ നീയൊക്കെ പഠിക്കത്തോളെന്നുള്ളത് ദൈവത്തിനറിയാം. ഇവന്മാരിനി ഉടുതുണി ഇല്ലാതെ തുണ്ടക്കാണും തുണിയെ കാണും എന്നൊക്കെ പറഞ്ഞ് ഇനി ഓടാൻ നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ദൈവം ഇവന്മാരെ ഇനി ഓടിക്കും. അല്ലാതെ ഇസ്രായേൽ മക്കൾക്ക് വിരോധമായി നിൽക്കുന്ന ഏതവനെയാണെങ്കിലും ദൈവം വെറുതെ വിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ദൈവം വെറുതെ വിടാൻ പോകുന്നില്ല. എന്ത് കൺകുളിരാ കാഴ്ച! ഇപ്പോഴെങ്കിലും ഈ കുഞ്ഞാടുകളെ പുറത്ത് കണ്ടല്ലോ, ഈ നൈറ്റിക്കാരെ. നൈറ്റിക്കാർക്കൊക്കെ ഇപ്പോഴെങ്കിലും തെരുവിലിറങ്ങാനൊക്കെ തോന്നിയല്ലോ. വളരെ സന്തോഷം. മൂട്ടിന് താഴെ തീ വന്നുകൊണ്ടാണോ? നൈറ്റിക്കാരന്മാരുടെ മൂട്ടിന് താഴെ വരെ തീ കയറിയതുകൊണ്ടാണോ ഇപ്പൊ കത്തിക്കൊണ്ട് ഓടുന്നേ റോട്ടിൽ കൂടി? എത്ര കാലത്തേക്ക്? അത് രൂപ തന്നാൽ കൂടെയുണ്ട്, രൂപത തന്നാൽ കൂടെയുണ്ട്. ഈ മുന്നിൽ നിന്ന് നയിക്കുന്ന അച്ഛൻ കാലുവാരിയാൽ തീരാവുന്നതേ ഉള്ളൂ. ഈ കാർത്തുകൂവലും ബഹളവും ഒക്കെ മുന്നിൽ നിന്ന് നയിക്കുന്ന അച്ഛനെ ചർച്ചയ്ക്കായിട്ട് വിളിച്ചുകൊണ്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് പെണ്ണും കള്ളും കൊടുത്ത് വാക്കാണ് കമ്മികൾ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ ഇവർ കൂടെ നിന്ന് ഒറ്റിക്കൊടുക്കും. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് അച്ഛന്മാരിറങ്ങി രംഗത്തിറങ്ങി എന്നും പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. ഈ അച്ഛന്മാരുടെ ലോകയും അറബികളുടെ നൈറ്റിയും കണക്കെല്ലാം 19. നമ്മൾ രണ്ടുപേരും പേരിന് മാത്രമേ ക്രിസ്ത്യാനിന്നും മുസ്ലിം എന്നും ഉള്ളൂ. മനസ്സിലായോ? നൈറ്റിയൊക്കെ കറച്ച് ഒരേ നൈറ്റികളാ. അച്ഛന്മാരുടെ നൈറ്റിയും അറബികളുടെ നൈറ്റിയും കണക്കെല്ലാം 19. പിന്നെ അറബികൾക്ക് തലയിൽ കുറെ കെട്ടുണ്ട്, അച്ഛന്മാർക്ക് അതില്ല. അതേ ഉള്ളു വ്യത്യാസം. സെയിം ഒരേ സാധനമാണ് രണ്ടുപേരും ഇട്ട് നടക്കുന്നത്. വെള്ള തേച്ച ശവക്കല്ലറകളായ
കേരളത്തിലെ കുറേ പുരോഹിത തലപ്പത്തുള്ളവർ മാറി മാറി വരുന്ന രാഷ്ട്രീയ അധികാരികൾ പറയുന്നതും കേട്ട് ക്രിസ്ത്യാനികളെ കുട്ടിച്ചോറാക്കി വച്ചിരിക്കുകയാണ്. ഇത് ഇപ്പോൾ മുനമ്പത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തീയ കത്തോലിക്ക പുരോഹിതർ രാഷ്ട്രീയ ഭരണാധികാരികൾക്ക് ഒത്താശ ചെയ്തതിൻ്റെ ഫലമാണ് മുനമ്പം പോലുള്ള നിവാസികൾ ഇന്നും തെരുവിലിറങ്ങി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ 2 സഹോദരിമാരും പറയുന്ന കാര്യങ്ങൾ അത് ശരിയല്ലേ? ചിന്തിച്ചു നോക്കൂ. ഇനിയുള്ള കാര്യങ്ങളൊന്ന് കേട്ടു നോക്കൂ. ക്രിസ്ത്യാനികളെ, കേരളത്തിൽ കത്തോലിക്ക സഭ മാത്രമല്ല, പെന്തക്കോസ് സഭകളിലുള്ളവരും രാഷ്ട്രീയ ഭരണക്കാരുടെ അവഹേളനങ്ങൾ അനുഭവിച്ചും വരികയാണ്. വെള്ളതേറ്റ ശവക്കല്ലറകളായ 13 ബിഷപ്പുമാരെയും മുനമ്പം സമരസമിതി നേതാക്കൾ സൂക്ഷിക്കണം. കേരളത്തിലെ ക്രൈസ്തവരെ തകർക്കുവാൻ മുസ്ലിം ലീഗ് രംഗത്ത് വന്നിട്ടുണ്ട്. ലീഗ് നേതാക്കൾ ബിഷപ്പുമാരെ സന്ദർശിച്ചതുകൊണ്ട് വഖഫ് പ്രശ്നം ഒരിക്കലും പരിഹരിക്കാൻ പോകുന്നില്ല. അവർ അങ്ങോട്ടാണ് സന്ദർശനം നടത്തിയത്. അതിനൊരു പ്രത്യേക ഉദ്ദേശം ഉണ്ട്. 22/11/2024 മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗിനെ നമ്പരുത്, വിശ്വസിക്കരുത്. 613 കുടുംബങ്ങളെ ചതിക്കരുത്. ചതിയിൽ മുനമ്പം ഭൂ സംരക്ഷണ സമിതി ഭാരവാഹികൾ വീഴരുത്. മുനമ്പത്തു നിന്നും 613 കുടുംബങ്ങളും മാറരുത്. ക്രിസ്ത്യാനികളെ ചതിക്കുന്ന കപടഭക്തിക്കാരുണ്ട്. മറ്റു സമുദായത്തിൽപ്പെട്ടവരും സമരത്തിലുണ്ട്. ഇവരുടെ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ പറയാതെ വഖഫ് ബോർഡ് ഇത്തരം നടപടികളിൽ നിന്ന് പിന്മാറണം എന്ന് മുഖ്യമന്ത്രി ഒരു വാക്കു പറഞ്ഞാൽ തീരാമെന്നുള്ള കാര്യമേ ഉള്ളൂ. മാത്രമല്ല, ഇത്തരം അജ്ഞാത നിയമത്തെ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയോടും കേന്ദ്ര സർക്കാരുമായി നിയമ ഭേദഗതി നടത്തി തീർക്കാവുന്നതേയുള്ളൂ. മോദിയാണ് സത്യം, അമിത്ഷാജിയാണ് സത്യം. ഈ വഖഫ് ഭേദഗതി ബില്ല് നിയമമായി മാറും. ഇന്ത്യയിൽ നിന്ന് കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? എട്ടണക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് വിളിച്ച ചിലർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി, ഭൂമിയിലെ സ്വർഗത്തിലേക്ക് പോയി. ഒരു ദേശീയ മുസ്ലിം എന്ന നിലയിൽ ഞാൻ പറയട്ടെ, എനിക്ക് പരിചയമുള്ള ഈ കേരളത്തിലെ ഇന്ത്യയിലെ ചില മുസ്ലിം പണ്ഡിതന്മാർ കാഫറിങ്ങളെ കണ്ടാൽ സലാം ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. ചില മുലാക്കന്മാരുടെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഹറാമാണ്, ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന ഹറാമാണ്. കാഫറിങ്ങളുടെ സ്വത്ത് എങ്ങനെയാണ് വഖഫ് ഭൂമിയായി മാറുന്നത് എന്നുള്ള ഏറ്റവും വിചിത്രമായ നിയമം സൃഷ്ടിച്ച രാജ്യമാണ് ഈ രാജ്യം. ഈ നിയമം തിരുത്തണ്ടേ? കൃത്യമായി പറഞ്ഞാൽ ശരിയല്ലേ? അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും മാത്രം ആഗ്രഹിച്ച് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതോ നമ്മുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതോ ആയ ഏതെങ്കിലും വസ്തുവകകളോ വീടോ സ്ഥലമോ ഒക്കെ നമ്മൾ നൽകുന്നു. അതിനെ ഒരു കാരണവശാലും തട്ടിയെടുക്കുന്നതായിരിക്കരുത്, പിടിച്ചു പറിക്കുന്നതായിരിക്കരുത്, കള്ളം പറഞ്ഞും കബളിപ്പിച്ചും പറ്റിച്ചും വാങ്ങുന്നതായിരിക്കരുത്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നൽകുന്നു, തൃപ്തിക്ക് വേണ്ടി. ഞാൻ മരണശേഷവും ഖബറിൽ കിടക്കുന്ന സമയത്ത് എനിക്കൊരാശ്വാസമായി, പാപമോചനമായി ഈ ചെയ്തതിന്റെ പേരിൽ നന്മ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതാണ് വഖഫിന്റെ ഒരു ഡെഫിനിഷൻ. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു നൽകുന്നു. ഇവര് പിടിച്ചു പറിച്ചും കട്ടെടുത്തും മറ്റുള്ളവരെ ഒക്കെ വലിച്ചെടുത്ത് കബളിപ്പിച്ച് എന്തിനാ ഇങ്ങനെ കൊടുക്കേണ്ട കാര്യം എന്താ?
അതെ, ടോക്കിയോ ഷോട്ട് എന്തിനാ തട്ടമിടാൻ പറയുന്നത്? അവരുടെ ഒരു രീതി അതാ. തട്ടമിട്ടിട്ടാണെങ്കിൽ എന്തു തോന്നിയാസത്തിനും ഉള്ള മറയാണല്ലോ തട്ടം. ഇവർക്ക് ഇത്രയ്ക്കുള്ള ബുദ്ധിയേ ഉള്ളൂ. മറ്റൊരാളുടെ പേഴ്സണൽ ചോയ്സ് ആണത്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കട്ടെ, ഇഷ്ടമില്ലെങ്കിൽ നിരാകരിക്കട്ടെ. അതിനൊരു പൊതുബോധം വേറെ വേണം. ഇത് മദ്രസയിൽ നിന്നും പഠിച്ചിട്ട് വരുന്ന ആളുകളായതുകൊണ്ടാണ് തലയിൽ തട്ടമിട്, തലയിൽ തട്ടമിട്, തലയിൽ തട്ടമിടെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഓക്കെ, ട്രിബ്യൂണലിന് മുന്നിൽ 19,000-ത്തിലധികം പരാതികൾ കെട്ടിക്കിടക്കുന്നു. തർക്ക വിഷയങ്ങൾ കണ്ടില്ലേ? നമ്മൾ ഈ കാണുന്ന 613 പേര് മാത്രമല്ല, 19,000 പരാതികളാണ് വഖഫ് വിഷയത്തിൽ വഖഫിന്റെ ട്രിബ്യൂണലിൽ കെട്ടിക്കിടക്കുന്നത്. അത്രയധികം ആളുകൾ പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത മനഃപൂർവ്വം മുക്കാറാണ് പതിവ്. ഇന്ത്യയിൽ 10,000-കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. നിങ്ങളെ പോലെ ജനിച്ച മണ്ണിൽ, പൊക്കിൽ കൂടി കുഴിച്ചിട്ട മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന വഖഫ് ബോർഡിന്റെ ഭീഷണിയുടെ മുന്നിൽ നിന്നുകൊണ്ടുള്ള ഈ സമരത്തിന് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുന്നു. ഈ കൈയടിക്കുന്ന ആളുകൾ കുറച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കമ്മിയോ കൊങ്ങിയോ ആ വേദിയിലേക്ക് വന്നാ പറയും BJP ഇതിനകത്ത് മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. ഇതാണ് റീനയും പച്ചയ്ക്ക് പറഞ്ഞത്. ആമുഖമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഒരു ബേജാറിന്റെ ആവശ്യമില്ല. വരുന്ന 25-ാം തീയതി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കും. ആ സമ്മേളനം തുടങ്ങിയിട്ട് നരേന്ദ്രമോദിയാണ് സത്യം, അമിത്ഷാജിയാണ് സത്യം. ഈ വഖഫ് ഭേദഗതി ബില്ല് നിയമമായി മാറും. യാതൊരു സംശയം വേണ്ട. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ചിലർ പറയുന്നു ഞങ്ങൾക്ക് വേണ്ടത്ര പിന്തുണയില്ല. ഞാൻ പറയുന്നു പ്രതിപക്ഷത്തുള്ള നിരവധി എംപിമാർ, ആ എംപിമാരൊക്കെ പിന്തുണച്ചുകൊണ്ട് തന്നെ ഈ ബില്ല് നിയമമാകുമെന്ന് വിശ്വസിക്കുന്നു. ഒരു പഴയ പാർലമെന്റ് മെമ്പറാണ് ഞാൻ, പഴയ MLA ആണ് ഞാൻ. കാരണം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹജ്ജ് കമ്മിറ്റിയെ ചെയർമാൻ എന്ന നിലയിൽ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന് കാരണം നമ്മുടെ രാജ്യത്ത് മുമ്പ് ഭരിച്ചവർ വഖഫ് ബോർഡിന് അമിതാധികാരം നൽകി. വഖഫ് ബോർഡിന് നൽകിയിട്ടുള്ള അമിതാധികാരം അത് സുപ്രീം കോടതിക്ക് മുകളിലാണ്, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മുകളിലാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മുടെ ഈ ജനാധിപത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ നമ്മൾ എല്ലാവരും നമ്മുടെ ദേശീയ പതാക കീഴിലാണ്, നമ്മുടെ ഭരണഘടന കീഴിലാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ രാജ്യം മുമ്പ് ഭരിച്ചവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് വഖഫ് ബോർഡിന് അനാവശ്യമായ അധികാരങ്ങൾ നൽകി. എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, വഖഫ് ബോർഡിന്റെ ട്രിബ്യൂണലിന് മുമ്പിൽ 19,000 തർക്കങ്ങളുണ്ട്. ഈ തർക്കങ്ങളൊന്നും കാലാനുസൃതമായി പരിഹരിക്കുന്നത് നീട്ടി കൊണ്ടുപോകുന്നു. പരിഹരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പുതിയ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഫലമായി നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ ഇവിടെ മുൻപത്തെ 600 കുടുംബങ്ങളാണെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു വില്ലേജ് മുഴുവൻ 1500 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം ഉൾപ്പെടെ വഖഫ് ബോർഡിന്റേതാണെന്ന് പറയും. തിരുച്ചെന്തുരൈ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ 100 കണക്കിന് കൊല്ലങ്ങളായി ഹിന്ദുക്കൾ താമസിച്ചു വരുന്നത്. ഒരൊറ്റ മുസ്ലിം പോലും നാമമാത്രമായിട്ട് പോലുമില്ല. ഒരു പള്ളിയില്ല, ഒരു മദ്രസയില്ല. പിന്നെ എങ്ങനെയാണ് ഇത് വഖഫിൻ്റെതാണെന്ന് ഇവർ അവകാശപ്പെടുന്നത്? ഇവർക്ക് കിട്ടിയ ഈ നിയമമാണ് ഇവിടെ വില്ലനായത്. കാരണം ഈ നിയമം അനുസരിച്ച് ഏത് പ്രോപ്പർട്ടിയും ഇവർക്ക് സ്വന്തമാക്കാം, ഇവർക്ക് ക്ലെയിം ചെയ്യാം. ഈ അധികാരം എടുത്തു മാറ്റണമെന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ രാജ്യത്ത് ഒരു ജനാധിപത്യ ഭരണഘടന ഉണ്ടായിരിക്കെ, സുപ്രീം കോടതി വരെയുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ, അതുക്കും മേലെ ഒരു ശരീഅത്ത് നിയമം നിലവിൽ നിൽക്കുന്നു. നമുക്ക് ഈ വിഷയം വന്നപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത്, അല്ലേ? ഇങ്ങനെ ഒരു രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് മതാധിപത്യ ഭരണ നിയമമോ? ഇതിനെയാണ് നമ്മളും എതിർക്കുന്നത്. ഇതെന്ത് തുല്യതയാണെന്ന് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത്. നിഷാദെ, സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് വഖഫ് ബോർഡ് ഇന്ത്യയിൽ നെഹ്റു രൂപീകരിക്കാനുള്ള പശ്ചാത്തലം? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ 2 ബ്രിട്ടീഷുകാർ വെട്ടിമുറിച്ച് പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടായി. ഇന്ത്യയിൽ നിന്ന് കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? എട്ടണക്ക് കത്തി വാങ്ങി കൊത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് വിളിച്ച ചിലർ
ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി ഭൂമിയിലെ സ്വർഗത്തിലേക്ക് പോയി. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് മുദ്രാവാക്യം വിളിച്ച ടീം ഒന്നുകൂടെ മറന്നടാ, ഒന്നുകൂടെ മറന്നടാ. കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ ആ ടീം. പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച അതേ ടീം. അവരുടെ സ്വത്തെല്ലാം ഉപേക്ഷിച്ചാണ് പോയത്. എന്നാൽ അതുപോലെ അതിനേക്കാൾ ഇരട്ടിയ ഹിന്ദുക്കൾ പാകിസ്ഥാനിൽ നിന്ന് അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് വന്നു. പാകിസ്ഥാൻ എന്ത് ചെയ്തു? പാകിസ്ഥാൻ ആ ഭൂമിയൊക്കെ ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പാവങ്ങൾക്ക് വിതരണം ചെയ്തു. പക്ഷേ നെഹ്റു ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഇന്ത്യയിലെ ഭൂമി വഖഫ് ബോർഡ് ഉണ്ടാക്കി വഖഫ് ബോർഡ് നൽകിയായിരുന്നു. അത് ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ ആ ഭൂമി എങ്ങനെയുണ്ട്? പാകിസ്ഥാൻ വരെ കാലോചിതമായും സന്ദർഭോചിതമായും ചിന്തിച്ച് അന്ന് പലായനം ചെയ്യപ്പെട്ട ആളുകളുടെ ഭൂമി പാവങ്ങൾക്ക് നൽകി. നെഹ്റു വഖഫ് ബോർഡിന് നൽകി. വ്യത്യാസം മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവിടെ നിന്ന് മതത്തിന്റെ പേരിൽ ഞങ്ങൾക്കൊരു രാജ്യം വേണമെന്ന് പറഞ്ഞ് ഭാഗിച്ചു പോയി. അവകാശവും വാങ്ങിപ്പോയി. ഭൂമി മാത്രമല്ല, പണവും അധികാരവും എല്ലാം വാങ്ങിപ്പോയതിനു ശേഷം വീണ്ടും അവരെ ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തുന്ന നെഹ്റുവിന്റെ ഉള്ളിലെ മുറിയൻ വികാരം അധികം ആളുകൾക്ക് അറിയില്ല. പക്ഷെ അത് അധികം വൈകാതെ തന്നെ മറന്നേക്ക് പുറത്തു വരും. നമുക്ക് കാണാം. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ഉറപ്പുവരുത്തുന്നില്ല. മാത്രമല്ല വഖഫ് ബോർഡിന് പിന്നീട് ഒരുപാട് അധികാരം നൽകി. സുപ്രീം കോടതിയേക്കാൾ വലിയ അധികാരം, അതുപോലെ തന്നെ ഭരണഘടനയേക്കാൾ വലിയ അധികാരം. ആ അധികാരം ആണ് ഇന്ന് പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. നിങ്ങൾ അറിയോ, കോൺഗ്രസിന്റെ ഭരണകാലത്ത് വഖഫിന് നൽകിയിട്ടുള്ള അവസാനത്തെ ഒരു ഭേദഗതി അഹിന്ദുക്കൾക്കും അമുസ്ലിങ്ങൾക്കും വഖഫ് ചെയ്യാം എന്നുള്ള വളരെ വിചിത്രമായ ഒരു നിയമമാണ്. അതായത് അള്ളാഹുവിന്റെ പ്രീതിക്കു വേണ്ടി മരിച്ചു പോയാലും ഖബറിൽ നമുക്ക് പ്രതിഫലം ലഭിക്കണം. ഇപ്പൊ ഞാനൊരു ഭൂമി നൽകിയാൽ അവിടെ പള്ളി നമസ്കാരം, അവിടെ എത്രകാലം നമസ്കാരം നിലനിൽക്കുന്നു അത്രത്തോളം പ്രതിഫലം എനിക്ക് കിട്ടണം. ഈ അമുസ്ലിങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് പ്രതിഫലം വാങ്ങി കൊടുക്കുന്നത്? ഈ അഹിന്ദുക്കളുടെ പ്രതിഫലം എങ്ങനെയാണ് ഇവർക്ക് ലഭിക്കുന്നത്? ക്രിസ്ത്യാനികള്, ഹിന്ദുക്കളൊക്കെ ആയിട്ടുള്ള കാഫിറുകൾ വഖഫ് ചെയ്താൽ എങ്ങനെ പ്രതിഫലം കിട്ടും? ആരാന്റെ മുതല് പിടിച്ചെടുക്കാനുള്ള തന്ത്രം കണ്ടോ? ആ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ മുഴുവൻ അത്ഭുതപ്പെടുന്നുണ്ട്. ഇതെന്ത് നിയമമാണ്? നിങ്ങൾ അറിയുമോ? ഒരു ദേശീയ മുസ്ലിം എന്ന നിലയിൽ ഞാൻ പറയട്ടെ, എനിക്ക് പരിചയമുള്ള ഈ കേരളത്തിലെ ഇന്ത്യയിലെ ചില മുസ്ലിം പണ്ഡിതന്മാർ കാഫറികളെ കണ്ടാൽ സലാം ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. ചില മുലാക്കന്മാരുടെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഹറാമാണ്, ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന ഹറാമാണ് എന്നൊക്കെ പറയുന്നവരുടെ നാട്ടിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മുസ്ലിങ്ങൾക്കും വഖഫ് ചെയ്യാം. കാഫിറുകളുടെ സ്വത്ത് എങ്ങനെയാണ് വഖഫ് ഭൂമിയായി മാറുന്നത് എന്നുള്ള ഏറ്റവും വിചിത്രമായ ഒരു നിയമം സൃഷ്ടിച്ച രാജ്യമാണ് ഈ രാജ്യം. ഈ നിയമം തിരുത്തണ്ടേ? 2013 മൻമോഹൻ സിംഗിന്റെ അൺലിമിറ്റഡ് ആയിട്ട് മുസ്ലിങ്ങൾക്ക് അധികാരം നൽകി, വഖഫ് ബോർഡിന് അധികാരം നൽകി, ആരുടെ ഭൂമിയും പിടിച്ചെടുക്കാവുന്ന രൂപത്തിൽ ഭേദഗതി നിയമം പാസാക്കിയിട്ട് പോലും ആ കോൺഗ്രസിനെ തള്ളിപ്പറയാൻ ഇവർ തയ്യാറാകാത്തതിന്റെ പേരിൽ അവരെ വിമർശിക്കാൻ ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മൾ എന്തിനാണ് വടിയെടുക്കുന്നത്, വാളെടുക്കുന്നത്? നമ്മൾ വായി തോന്നുന്നതൊന്നും വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കോൺഗ്രസിനെ അധികാരത്തിൽ വീണ്ടും കൊണ്ടുവരാൻ, ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിനു വേണ്ടി അവരുടെ കയ്യിൽ കൊടി കൊടുക്കാൻ, അവരുടെ കയ്യിൽ അധികാര കസേര കൊടുക്കാൻ ഇവിടെ തുള്ളി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് അച്ചായന്മാർ. അവരെ കുറിച്ചിട്ടാണ് അവരാ പറയുന്നത്. ആഷിഫയോടാണ് ഞാൻ ഈ പറയുന്നത്. ആഷിഫ കേട്ടില്ലേ? അത് ഇതെന്റെ ലൈവാ. അവര് പറയുന്ന അഭിപ്രായം നമ്മൾ മാനിക്കേണ്ടതുണ്ട്. ആ വിഷയം തന്നെയാണ് ഞാനും സംസാരിക്കുന്നത്. അവരുടെ ആളുകളുണ്ട്, ക്രിസ്ത്യാനികള്. അവര് തന്നെ ഈ ജിഹാദി കൂട്ടങ്ങളെ ഇപ്പോൾ പ്രീണിപ്പിക്കുന്ന രൂപത്തിലേക്ക് വാർത്തകൾ ചെയ്യുന്നു. വാർത്തകൾ ബാലൻസ് ചെയ്ത് ചെയ്യുന്നു. അതിനെ സംബന്ധിച്ചിട്ടാണ് അവരാ സംസാരിക്കുന്നത്. മറുനാടൻ നേർക്കുനേരെ സത്യസന്ധമായി വാർത്തകൾ കൊടുക്കുന്നു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കണ്ട എന്നാണ് റീന പറയുന്നത്. അതിന് റീന കാരണങ്ങളും എണ്ണി പറയുന്നുണ്ട്. വസ്തുതകൾ പറയുമ്പോൾ എന്തിനാണ് ഒരാളോട് അനാവശ്യമായിട്ട് വെറുക്കുന്നത്? ഒരു വ്യക്തിയെ വെറുക്കേണ്ട കാര്യമില്ലല്ലോ.
അവര് പറയുന്ന അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാം, വിയോജിക്കാം. അത് നമ്മുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. വഖഫ് വിഷയം ഇത്രയും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പിന്നിൽ നിന്ന അവരെ തള്ളി മാറ്റി ഇന്നലെ വന്ന കമ്മിക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ അവർക്ക് മുന്നിൽ വെച്ചൊരു അച്ഛൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നു, ഈ വിഷയത്തിൽ മുസ്ലിം വിരോധം കടത്തിക്കൂട്ടുകയും ചില തൽപര കക്ഷികൾ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. ആരെയാ പറഞ്ഞത്? ഇതുവരെ ഇവരുടെ വിഷയം ലൈവാക്കി നിർത്തിയ, ഇവരെ ആരും ശ്രദ്ധിക്കാതെ നിന്നപ്പോൾ, ഇവരെ ആരും മൈൻഡ് ചെയ്യാതെ നിന്നപ്പോൾ, ഇവരുടെ പ്രശ്നങ്ങൾ ഒരാളും മുഖവിലക്കെടുക്കാതെ ഇരുന്നപ്പോൾ, ഇവർക്ക് നിർലോഭം നിസ്വാർത്ഥമായി പിന്തുണ നൽകിയ ആളുകളെ കറിയിലിടുന്ന കറിവേപ്പില പോലെ ഇവരുടെ ആവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എടുത്തു പുറത്തിട്ടു. ആ വിഷയത്തെ കുറിച്ചിട്ടാണ് ആ യുവതി പറയുന്നത്. അത് അവരുടെ അഭിപ്രായമാണ്. അത് പറയാൻ ഇന്ത്യൻ സിറ്റിസൺസ് എന്ന നിലയിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവരെന്തിനാണ് അങ്ങനെ പറയുന്നത്? അവര് പറയുന്നത് എന്തിനാണ് കേൾപ്പിക്കുന്നത്? അവര് പറയുന്നത് നമ്മൾ കേൾക്കണം. ഒരു റിവ്യൂ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ? അവര് പറയുന്നത് എടുത്തിട്ട് ആ അഭിപ്രായത്തോട് യോജിക്കാനും വിയോജിക്കാനും നമുക്ക് പറ്റും. ഈ ഇന്ത്യയുടെ സുന മുറിക്കാനാണ് നിഷാദെ ഇവർ ശ്രമിക്കുന്നത്. ഇന്ത്യയെ ഇവർക്കൊരു മാപ്പിള സ്ഥാനായിട്ട് മാറ്റണം. ഈ രാജ്യത്തെ മതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അമുസ്ലിങ്ങളായ കാഫിറുകളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യം. പാകിസ്ഥാൻ പോലും ആ രാജ്യത്ത് നിന്ന് പലായനം ചെയ്ത ആളുകളുടെ സമ്പത്ത് പൊതുസ്വത്താക്കി പാവങ്ങൾക്ക് വീതിച്ചു നൽകുന്ന ഏർപ്പാട് സ്വീകരിച്ചപ്പോൾ ഈ സ്വതന്ത്ര ഭാരതത്തിൽ നിന്നും ഇസ്ലാം മതത്തിന്റെ ആളുകൾ പാകിസ്ഥാൻ രൂപീകരിച്ചു പോയിട്ടും ആ പലായനം ചെയ്യപ്പെട്ട ആളുകളുടെ ഭൂമി എന്ത് നിലപാടിലാണ്, ഏതു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നെഹ്റുവും ടീമും ഇവർക്ക് കൊടുക്കുന്നത്? വഖഫിന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? സ്വാതന്ത്ര്യം കിട്ടി വർഷം ഇത്രയായിട്ടും ഇതുവരെ ഒരാളും ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല, എതിർത്തിട്ടില്ല, വിമർശിച്ചിട്ടില്ല, എതിരഭിപ്രായങ്ങൾ ഉന്നയിച്ചിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ വഖഫിന്റെ വിഷയം ഇത്രയും രൂക്ഷമായപ്പോഴല്ലേ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത്? അപ്പോഴല്ലേ അവർക്ക് ഇങ്ങനെ ഒരു വഖഫ് ആക്ട് ഉണ്ടോ, ഇങ്ങനെ ഒരു വഖഫ് ബോർഡ് ഉണ്ടോ, ആ ബോർഡിന് എത്രത്തോളം എന്നാൽ ആരുടെ ഭൂമിയും ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരമുണ്ടോ? ചെറിയ കുട്ടികൾ കളിപ്പാട്ടം ചൂണ്ടിക്കാണിച്ചിട്ട് അതിനുവേണ്ടി വാശി പിടിച്ച് കരയുന്നത് പോലെ ഏത് ഭൂമിയും തൻ്റെതാക്കി മാറ്റാൻ, ഏത് വിലയുള്ള ഭൂമിയും ഏത് വില കൂടിയ മൂല്യമുള്ള വസ്തുവും തൻ്റെതാക്കി മാറ്റാനുള്ള വഖഫ് ബോർഡിന്റെ ഈ തീരുമാനത്തെ എതിർക്കാൻ, ഈ തീരുമാനത്തെ വിമർശിക്കാൻ, ഈ നിയമത്തെ എതിർക്കാൻ നമുക്ക് കഴിയണം. കാരണം എന്താ? നമ്മൾ ജനാധിപത്യ ഭരണമുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. നമുക്ക് വേണ്ടത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഡെമോക്രസി ഉള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും മേലെ 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര മനുഷ്യൻ എഴുതി പിടിപ്പിച്ച ആ നിയമങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ആക്ഷേപം മറ്റൊന്നുമില്ല. ഇതിൽ പരം നാണം കെട്ട വസ്തുത മറ്റൊന്നും തന്നെയില്ല. ഈ ജനാധിപത്യ രാജ്യത്ത് ലോകോത്തര ഭരണഘടനയെ വെട്ടിക്കുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് ആ ഭരണഘടനയെയും ചവിട്ടി മെതിച്ച് 6-ാം നൂറ്റാണ്ടിന്റെ മതനിയമമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയപ്പോഴല്ലേ നമ്മൾ മനസ്സിലായത്? ഇത് നമുക്കിപ്പോഴല്ലേ ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്? ഈ രാജ്യത്ത് ഇവിടെ ഒരു മത നിയമം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അംഗീകരിക്കുമായിരുന്നോ? നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നോ? ഇപ്പോ കണ്ടോ വഖഫ് നിയമം വന്നതോടുകൂടി വഖഫ് ബോർഡിന്റെ അവകാശവാദം പാർലമെന്റാണോ, സുപ്രീം കോടതിയാണോ, തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ട മൈതാനിയാണോ, ഹൈക്കോടതിയാണോ, അംബാനിയുടെ വീടാണോ, ഇതെല്ലാം നാളെ വഖഫിന്റെ കീഴിലായി മാറും. ശബരിമല വരെ എത്തി. താജ്മഹാൾ നമ്മുടേതാണെന്ന് പറഞ്ഞ് അഭിപ്രായപ്പെട്ടു വന്നു. ഹൈക്കോടതി ജഡ്ജി, സുപ്രീം കോടതി ജഡ്ജി ഓടിച്ചു, പോയി തെളിവുമായിട്ട് വരാൻ പറഞ്ഞു. പിന്നീട് ഒരാളും അതുവഴി വന്നിട്ടുമില്ല. അപ്പൊ ഇതിനെ എതിർക്കുമ്പോൾ
നമ്മളെ തെറി പറഞ്ഞിട്ട് എന്താ കാര്യം? ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. ഈ വഖഫ് നിയമം ഉള്ളിടത്തോളം കാലം കേരളത്തിലെ ചില രാഷ്ട്രീയക്കാർക്കും ചില മീഡിയക്കാർക്കും മുതലെടുപ്പിന്റെ അവസരങ്ങളായി മാറും. ഇത്തരക്കാരെ ജനങ്ങൾ വിശ്വസിക്കരുത്. വർഷങ്ങളോളമായി ഭൂമിക്ക് കരം അടച്ചുകൊണ്ടിരുന്ന 613 കുടുംബങ്ങളുടെ ഭൂമിക്കരം അടച്ചു കൊടുക്കാതെ റവന്യൂ അധികൃതർ തടസ്സപ്പെടുത്തി വച്ചിരിക്കുന്നു. ഭൂമിയുടെ ക്രയവിക്രയം തടഞ്ഞിരിക്കുന്നു. ആരാണ് ഇതിൻ്റെ അധികാരം കൊടുത്തത്? ഈ ഭൂമിയുടെ ക്രയവിക്രയം തടയുവാൻ ആരാണ് അധികാരം കൊടുത്തത്? ഇത് ഏതു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്? ഇത്രയും കൊല്ലം വഖഫ് എവിടെയായിരുന്നു? ഇസ്രായേൽ ഗാസ പ്രശ്നങ്ങൾക്ക് ശേഷം വഖഫിന്റെ കുഴിഞ്ഞ ബുദ്ധിയിൽ ഉദിച്ച സമ്പ്രദായമല്ലേ ഭൂമികളെല്ലാം ജിഹാദികൾക്കുള്ളതോ? ഈ വീഡിയോ കേൾക്കുക. നിങ്ങൾ ബലപ്പെടണം, ധൈര്യപ്പെടണം, തിരിച്ചു പറയാൻ ചങ്കൂറ്റമുള്ളവരായി മാറണം. അതേ നടക്കൂ, അതേ സാധിക്കൂ, അതേ പറ്റൂ. എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയാനുള്ള ധൈര്യത്തിൽ നിങ്ങൾ വളർന്നില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാർ ഇന്ന് കയറി വന്ന്, ഞാൻ നേരത്തെ കേൾപ്പിച്ചത് ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം. അവിടെ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് നിങ്ങൾക്ക് കേട്ട് കാണത്തില്ല. ഞാൻ ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിക്കാം. എവിടെയാണ് എൻ്റെ ഫോണ്? അയ്യോ, ഞാൻ ഫോൺ എവിടെയോ ഇല്ല. ഞാൻ ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിക്കാം. ഇവന്മാരെന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ളത് ഇനിയെങ്കിലും കേട്ട് മനസ്സിലാക്ക്. തലച്ചോറെങ്കിലും ഇനിയെങ്കിലും ഉദിച്ചിട്ട് വാ. മനസ്സിലായോ? ഇരുപത്തൊന്നിലൂരിയവാൾ അറബിക്കടലിൽ താഴ്ത്തിയിട്ടില്ല. അങ്ങനെ വാൾമുനയൊന്നും പോയിട്ടില്ല. തേച്ചുമിനിക്കാൻ മടിയില്ല. ഒന്നായി ഞങ്ങള് പോകുന്നേ. ഞങ്ങളുടെ ദീനിൻ മാനം കാക്കാൻ. അച്ചാരത്തിന് വന്നില്ലെങ്കിൽ കരയല്ലേ. കണ്ടോ? 21 ഞങ്ങൾ എടുത്ത വാള് അറബിക്കടലിലൊന്നും താഴ്ത്തിയിട്ടില്ലെന്ന്. അപ്പൊ നമ്മന്റെ വീടിനകത്ത് തന്നെ ഈ വാളുകളൊക്കെ ഇരിപ്പുണ്ട്. അതിന്റെ മൂർച്ചയൊന്നും പോയിട്ടില്ല. ചെത്തി മിനുക്കാൻ ഞങ്ങൾക്ക് മടിയില്ല. ലഹള നടത്താൻ മടിയില്ല എന്ന് പബ്ലിക്കിൽ ഇറങ്ങി നടന്ന യുവന്മാർക്ക് പറയാനുള്ള ചങ്കൂറ്റം ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കിക്കൊടുത്തത് മാധ്യമ പ്രവർത്തകരും സുഖിപ്പിച്ച് കുറെ വാർത്ത നടത്തുന്ന വാർത്താക്കാരൊക്കെ ഉണ്ടല്ലോ. ഇവർ സഭ്യമായ ഭാഷയിൽ യുവമാർക്ക് മറുപടി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഞാൻ അറിയാണ്ട് പറയാം. യുവമാർക്ക് സഭ്യമായ ഭാഷയിൽ മറുപടി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ 21 എറിഞ്ഞ വാള് അറബിക്കടലൊന്നും താഴ്ത്തി വന്നും വെച്ചിട്ടില്ല. ഇപ്പോഴും അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്തു. അതുകൊണ്ടാണല്ലോ അരിയും മലരും വാങ്ങിച്ചേ വീട്ടിൽ കാത്തു വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ചേ വീട്ടിൽ കാത്തു വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞപ്പം അരിയും മലരിന്റെയും ഉടമസ്ഥനായ ക്രിസ്ത്യാനിയെ നിന്നെ ഉണർത്തിത്തരാനും നിന്നോടിത് പറഞ്ഞു തരാനും നിനക്കൊരു വധഭീഷണിയുണ്ട്. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഏതു നേരവും ഉമ്മാരെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു തരാൻ നിങ്ങളുടെ അച്ഛന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ പുരോഹിതന്മാർക്കും പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും നിങ്ങൾ പഠിപ്പിച്ച് കാശ് മേടിക്കുന്നവന്മാർക്കും പറ്റിയിട്ടുണ്ടോ ഇത് പറഞ്ഞു തരാനായിട്ട്? അതിനും BJP സർക്കാർ വന്ന് യുവമാരെ പൊക്കി എടുത്തുകൊണ്ടുപോയി റൌഫിക്കയുടെ കുണ്ടിക്കകത്ത് വെടിവെക്കാനായിട്ട്. അതുകൊണ്ടാണ് റൌഫിക്ക ഇപ്പൊ പറഞ്ഞു നടക്കുന്നത് മാമാ കുണ്ടിക്കുൾ 2 കുണ്ട് മാമാ എന്ന് റൌഫിക്കയുടെ കൊതം പൊളിഞ്ഞു നടക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്ന് പറയുന്നത് അതിനും BJP വരേണ്ടി വന്നു നിങ്ങളെ സംരക്ഷിക്കാനായിട്ട്. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞവന്റെ വീട്ടിനകത്ത് കയറിയും അവനെ തൂക്കിയെടുത്തോണ്ട് പോകാനായിട്ട് BJP സർക്കാരിന് കഴിഞ്ഞതുകൊണ്ടാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഇവന്മാർ ഇപ്പോഴും എന്ത് പറയുന്ന ധൈര്യത്തോടു കൂടി സമൂഹത്തിൽ ഇത് പറയാനും തന്റെ ഇടത്തോടു കൂടി ഇത് അവതരിപ്പിക്കാനും ഇവന്മാർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെ ഒത്തൊരുമയില്ലായ്മ. ക്രിസ്ത്യാനികൾ ഒത്ത എരുമകളാണെന്നറിയാം, പക്ഷെ ഒത്ത ഒരുമകളാണെന്നുള്ളത് ഇവർക്ക് അറിയത്തില്ല. മനസ്സിലായോ? അവർക്ക് നല്ല വൃത്തിയോടെ അറിയാം ക്രിസ്ത്യാനികൾ ഒത്ത എരുമകളാ.
പക്ഷെ ഒത്ത ഒരുമകളല്ല. അതുപോലെ ഹിന്ദുക്കളും ഒത്ത എരുമകളാ, പക്ഷെ ഒത്ത ഒരുമകളല്ല എന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ്. പക്ഷെ നമ്മന്റെ ആൾക്കാർ അങ്ങനെയല്ല. നമ്മന്റെ ആൾക്കാർക്ക് ഒരാവശ്യം വന്നാൽ അവർ ഒത്ത എരുമകളായിട്ട് ഒരു കൂടുമെന്നുള്ളത് അറിയാം. അതുകൊണ്ട് ആ അരി അറിഞ്ഞാൽ 1000 കാക്ക എന്ന് പറഞ്ഞതുപോലെ കാക്കകൾ ഒന്നിച്ചു കൂടും. അവന്മാർക്കൊരാവശ്യം എന്ന് കഴിഞ്ഞാൽ അവന്മാർ ഒന്നിച്ചു കൂടും. എന്റെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ, ഹിന്ദു സഹോദരങ്ങളെ, നിങ്ങളോടാണ് എനിക്ക് പറയുവാനുള്ളത്. സൂക്ഷിച്ചും കണ്ടും ബുദ്ധിയോടുകൂടി ഇവന്മാരെ നിങ്ങൾ വീക്ഷിക്കണം. ഇവന്മാരെ ചെറുത്തു നിൽക്കാൻ ഏത് ശക്തിക്ക് കഴിയുമോ ആ ശക്തിയോട് വേണം ചേർന്ന് നിൽക്കാൻ. അല്ലാതെ പാസ്റ്റർമാരുടെ കീഴിലും പുരോഹിതന്മാരുടെ കൂടെയും പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ഒറ്റി തിന്നു കൊടുക്കും. യൂദാസിനെ പോലെ ഒറ്റിക്കൊടുക്കും ഇവന്മാര്. പറഞ്ഞ മനസ്സിലായോ? ഇവന്മാർക്ക് നിങ്ങളെ ഒറ്റിക്കൊടുക്കാനേ നേരം കാണത്തുള്ളൂ. അതുകൊണ്ട് ഈ പുരോഹിതന്മാർ പറയുന്ന കാര്യം കേൾക്കരുത്. ക്രിസ്ത്യാനികൾ നിങ്ങൾ നോക്കിക്കോ, മുനമ്പത്തുകാരെ ആട്ടിപ്പുറത്താക്കുന്നത് പോലെ ചെല്ലാനങ്കാരുടെ മേലും വഖഫിന്റെ നോട്ടീസ് വരും. ഈ വഖഫിന്റെ നോട്ടീസ് അവിടെയും ഇവിടെയും എല്ലാം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഈ ലാൻഡ് ജിഹാദ് എന്ന് പറയുന്നത് ഇവർക്ക് വലിയൊരു ജിഹാദിസം നടത്തുന്നതിന് ഇന്ത്യയെ മൊത്തത്തിൽ തീരെഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഗവൺമെന്റ്, കോൺഗ്രസ് സർക്കാർ ഇവർക്ക് വേണ്ടി നടത്തുന്ന ഒരു ഒത്താശയാണ്. മൊത്തത്തിൽ ഇന്ത്യയെ എഴുതി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവരെ കുറേശ്ശെ ജിഹാദ് നടത്തിയെങ്കിലും ഇവർ നേടിയെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നടത്തിക്കൊടുക്കുന്ന ഒരു ജിഹാദാണ് ഈ ലാൻഡ് ജിഹാദും എന്ന് പറയുന്നത് തന്നെ. അത് കോൺഗ്രസ് സർക്കാർ ഒളിച്ചും പാത്തും രഹസ്യമായി ഇവർക്ക് വേണ്ടി നടത്തിക്കൊടുത്ത ഒരു കച്ചവടമാണ്. ഇന്നും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഹിന്ദുവേ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പാർട്ടിക്കകത്ത് ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയുമേ, നീ മതേതരം പറഞ്ഞും മതസൗഹാർദ്ദം പറഞ്ഞും ഇവന്മാരുടെ മൂട് താങ്ങി നീ ജീവിക്കുമ്പോൾ നിന്റെ തലയ്ക്കകത്ത് കത്തി കയറുന്ന നാളുകൾ വിദൂരമല്ല. നിന്റെ പറമ്പും നിന്റെ പുരയിടത്തിനകത്തും ഇവന്മാർ കൈകാര്യം ചെയ്തുകൊണ്ട് നിന്റെ രാജ്യത്ത് തന്നെ അടിമയാക്കിക്കൊണ്ട് നിന്റെ കയ്യിൽ നിന്നുകൊണ്ട് ഇവന്മാരെന്ത് ചെയ്യും? സക്കാത്ത് പിരിക്കും. സക്കാത്തല്ലല്ലോ എന്റെ പേര് പറയുന്നത്, കരം പിരിക്കും. കരത്തിന് എന്തോ ഇവന്മാരുടെ ഭാഷയിൽ ഒരെണ്ണം ഉണ്ടല്ലോ. നിങ്ങളെ അവന്മാർക്ക് എന്ത് ചെയ്യേണ്ടി വരും? കപ്പം കൊടുത്ത് ജീവിക്കേണ്ട ഗതികേട് ഉണ്ടാക്കി വെക്കാൻ പോകുക. വഖഫ് തൃശൂർ ചാവക്കാടും എത്തിയിട്ടുണ്ട്. ജെയ്ഫിൻ ഫ്രാൻസിസ് വഖഫ് തൃശൂർ ചാവക്കാട് മാത്രമല്ല, ഇനി എത്ര സ്ഥലങ്ങളാണ്. നിങ്ങൾ വഖഫിന്റെ ഇതിനകത്ത് കയറി നോക്ക്. നിങ്ങളുടെയൊക്കെ സ്ഥലവും പറമ്പും ഒക്കെ ഇവന്മാരുടെ പള്ളികളോ സ്ഥാപനങ്ങളോ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ജിസിയ കൊടുത്ത് ജീവിക്കേണ്ടി വരും. ജിസിയ കൊടുത്ത് നിങ്ങൾ ഉമ്മാരുടെ നാട്ടില്, സ്വന്തം നാട്ടിൽ നമുക്ക് ജിസിയ കൊടുത്തും കരം കൊടുത്തും കപ്പം കൊടുത്തും ഉമ്മാർക്ക് വേണ്ടി ജീവിക്കേണ്ട ഗതികേട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇവന്മാരുടെ സൈറ്റിൽ കയറി നിങ്ങൾ നോക്കി എത്ര 9 ലക്ഷം സ്ഥലങ്ങളാണ് ഇന്ത്യക്കകത്ത് ഇവന്മാർ പിടിച്ചടക്കി വെച്ചിരിക്കുന്നത്. 9 ലക്ഷം വഖഫിന്റെ കീഴിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 9 ലക്ഷം ലാൻഡുകളാണ് ഇവന്മാര് കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇതാരുടെയാണ്? ഇതാരുടെ ലാൻഡുകളാണ് ഇവന്മാർ കൈയടക്കി വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിയുള്ളവരാകെ. ഇതൊരു ജിഹാദാണ്. ഇവന്മാരുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ഇവന്മാരുടെ അടിമകളായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹിന്ദുമേ ക്രിസ്ത്യാനിയെ നിന്റെ സ്ഥലം നീ വിട്ടുകൊടുക്കരുത്. നിന്റെ സ്ഥലവും നിന്റെ പറമ്പും നിന്റെ അവകാശങ്ങളും ഒരുത്തിന് അടിയറവ് വെക്കാനുള്ളതല്ല. അതുകൊണ്ട് ബുദ്ധിയുള്ളവരാകുക, ഉണർന്ന് ജാഗരിക്കുക. ഇവന്മാരെ കുടിച്ച വെള്ളത്തിൽ നിങ്ങൾ നമ്പരുത്. നിങ്ങൾക്ക് ഹിന്ദുക്കളെ വിശ്വസിക്കാം. ഞാനാ പറയുന്നത്, നിങ്ങൾക്ക് ഹിന്ദുക്കളെ വിശ്വസിക്കാം. ആ ഹിന്ദുക്കൾ പാവങ്ങളായിരുന്നത് കൊണ്ടാണ്, അവർ അഭയാർത്ഥികളായി കയറി വന്നവനെല്ലാം ഇരുകൈ നീട്ടി സ്വീകരിച്ചവരായതുകൊണ്ടാണ് അവരുടെ ആ സ്വഭാവത്തെ ഇവന്മാർ ചൂഷണം ചെയ്തുകൊണ്ട് എല്ലാവന്മാരും വളർന്നു പന്തരിച്ചത്. അവർ പാവമായിരിക്കുന്നത് കൊണ്ടാണ് അവർ പ്രതികരിച്ചത്. നമ്മളെപ്പോലെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നിയില്ലേ? നിങ്ങളുടെ മൂടിന്റെ താഴത്ത് തീ വന്നപ്പോഴത്തേക്ക് മുനമ്പങ്കാർക്ക് എഴുന്നേറ്റ് പ്രതികരിക്കാൻ തോന്നിയില്ല. ഇത് കണക്ക് RSSന്റെ പ്രതികരണവും. RSS എന്തുകൊണ്ട് ശക്തമായി പ്രതികരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനി കയറി നിരങ്ങാൻ വിട്ട് ഒട്ടകത്തിന് ഇടം കൊടുക്കുന്നത് പോലെ ക്രിസ്ത്യാനി കയറി അവന്റെ ഗ്രാമങ്ങളും അവിടെയും ഇവിടെയും എല്ലാം ഫോട്ടോ എടുത്ത് വിദേശ രാജ്യങ്ങൾക്ക് കൊടുത്ത് വൻകിട പാസ്റ്റർമാരും പുരോഹിതന്മാരും കയറി ചെന്ന് സുവിശേഷീകരണം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് FCR അക്കൗണ്ട് വഴി പണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തിയ ഒരു ജിഹാദ് പോലെ തന്നെയായിരുന്നു അതും. അവർ നടത്തിയ മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു കൊള്ള സംഘം നടത്തി തങ്ങളുടെ സ്വത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ചെയ്തത് കൊണ്ടാണ് അതിന് കർത്താവിന്റെ വചനം കൂട്ടുപിടിച്ചുമാര്. അതുകൊണ്ടാണ് അവർക്ക് എഴുന്നേക്കേണ്ടി വരുന്നത്. കാരണം അവരെ ചുരന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ നിങ്ങളെല്ലാവരും. പിന്നെ അവരെങ്ങനെ എഴുന്നേക്കാതിരിക്കും? ഓ റഹീമ മുഹമ്മദ്, അപ്പൊ നീ ആരാടി ഈ സത്യത്തില്? ഗുണ്ടനാണോ? റഹീമ മുഹമ്മദ് ഗുണ്ടനാണോ? ഇപ്പൊ ഇത് താത്തയല്ല കേട്ടോ, ഏതൊരു ഗുണ്ടനാണ്. റഹീമ മുഹമ്മദിന്റെ പേരും ഫോട്ടോയും ഇട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ഗുണ്ടനാണ്. മനസ്സിലായോ? അതുകൊണ്ട് റഹീമ മുഹമ്മദ് താത്ത ഓട്.
ഗുണ്ടന്മാർക്ക് ഇവിടെ എന്താ കാര്യം? ഗുണ്ടന്മാർക്ക് കാര്യം വലുതുണ്ടോ? റഹിമ മുഹമ്മദ് താത്തയുടെ ഫോട്ടോയും ഇട്ടിട്ട് ഇറങ്ങിയിരിക്കുക ഒരു ഗുണ്ടൻ. ഓട് ഗുണ്ട. അതുകൊണ്ട് സഹോദരങ്ങളെ, കുറെ കാര്യങ്ങൾ കൂടി എനിക്ക് പറയണമെന്നുണ്ട്. എങ്കിലും ഞാൻ പോവുക. ഞാൻ എന്തായാലും എനിക്ക് ഇന്ന് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് ലൈവ് വരാനുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് ലൈവ് വരാം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി വിശദമായി സംസാരിക്കാം. ഓക്കെ. 40 ദിവസത്തോളം റിലേ സത്യാഗ്രഹം നടത്തി വരുന്ന മുനമ്പം ഭൂസംരക്ഷണ സമിതി ഭാരവാഹികൾ മുനമ്പത്തു നിന്നും മാറി താമസിക്കുന്ന അഭിപ്രായത്തിൽ സമ്മതിക്കരുത്. വേറെ ഭൂമിയും വീടും തരാമെന്ന് പറഞ്ഞാലും സമ്മതിക്കരുത്. സമ്മതിച്ചാൽ കേരളത്തിൽ വഖഫ് നിയമം നടപ്പിലാക്കിയെന്ന് കേന്ദ്ര സർക്കാരിനെ കേരളത്തിലെ കുത്തഴിഞ്ഞ ഭരണാധികാരികൾ ബോധ്യപ്പെടുത്തി വഖഫ് നിയമത്തെ നിലനിർത്തുവാൻ ശ്രമിക്കും. ഇനിയുള്ള കാര്യങ്ങൾ വഖഫിന് എളുപ്പമുള്ളതാകും. കേരളത്തിലെ BJP-ക്കാർ ഇതാ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാ
മുനമ്പത്ത് വേണ്ടേ വേണ്ട, അനുവദിക്കില്ല അനുവദിക്കില്ല. അറിയുന്നതാരെന്നറിയാമോ? BJP എന്നോർത്തോളൂ. ഇല്ല ഇല്ല വിട്ടുതരില്ല, ഒരു തൊട്ടുഭൂമിയും വിട്ടുതരില്ല. ജയ് ജയ് BJP. ഈ സർവേ നമ്പറിലുള്ള ഭൂമി വഖഫിന്റെ ഭൂമിയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഒഴിഞ്ഞു തരണം. അതിന്റെ നിയമപരമായ വശങ്ങളെ കുറിച്ചൊക്കെ തന്നെ വി മുരളീധരൻജി വളരെ വ്യക്തമായിട്ട് വളരെ ദീർഘമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ഞാൻ അതിന്റെ രാഷ്ട്രീയ വശമാണ് ഉദ്ദേശിക്കുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റും ആ ഗവൺമെന്റിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും ഒരു വഖഫ് ബോർഡിന്റെയും ഒരു കളിയും നടക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. അത് പറയുമ്പോൾ തന്നെ കേരളത്തിലെ VD സതീശനും പിണറായി വിജയനും ഉൾപ്പെടുന്ന LDF UDF നേതൃത്വങ്ങൾ ഈ വഖഫ് ആക്ടിന്റെ മറവിൽ, വഖഫ് ബോർഡിന്റെ മറവിൽ കേരളത്തിൽ കാണിക്കുന്ന തോന്നിയാസത്തെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഞങ്ങൾ സമരം ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം വരുന്ന വാർത്ത, ഞാൻ ഇന്നലെ രാത്രിയാണ് പാലക്കാട് നിന്ന് വന്നത്. ഞാൻ അവിടെ സുൽത്താൻപേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പാലക്കാട് ടൗണിൽ. സുൽത്താൻപേട്ടയിൽ ഒരു ബിഷപ്പ് ഹൗസിൽ പോയിരുന്നു. അവിടെ ഒരു 30ഓളം വരുന്ന ക്രൈസ്തവ പിതാക്കന്മാരുടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. അപ്പൊ ഞാനൊരു അച്ഛനോട് ചോദിച്ചു, അച്ഛാ സുൽത്താൻപേട്ട എന്താണെന്ന് അറിയാമോ? ടിപ്പു സുൽത്താന്റെ പടയോട്ടം നടന്ന സ്ഥലങ്ങളൊക്കെയാണ് സുൽത്താൻപേട്ട, സുൽത്താൻ ബത്തേരി എന്നൊക്കെ അറിയപ്പെടുന്നത്. ടിപ്പു സുൽത്താൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോഴേക്കും ആ മലബാർ മേഖലയിലെ സകല ക്ഷേത്രങ്ങളെയും തകർത്തുകൊണ്ടാണ് ടിപ്പുവിന്റെ തേരോട്ടം നടന്നത്, പടയോട്ടം നടന്നത്. അങ്ങനെയാണ് സുൽത്താൻ ബത്തേരി ഉണ്ടായത്, സുൽത്താൻ പേട്ട ഉണ്ടായത്. ഇനി അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ എത്രയോ സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരങ്ങളിൽ പോയി, ഷാഫി പറമ്പിൽ അഗ്രഹാരങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ പാവപ്പെട്ട ബ്രാഹ്മണരുടെ കയ്യിൽ നിന്നും കുറച്ച് ചോറെടുത്ത് കഴിക്കും, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കറി വിളമ്പി കൊടുക്കും. വൈകുന്നേരം 6 മണി വരെ സൂര്യന്റെ വെളിച്ചത്തിൽ ഇക്കാര്യമൊക്കെ ചെയ്തിട്ട് 6 മണി കഴിഞ്ഞാൽ വഖഫ് ബോർഡിനെയും ഇസ്ലാമിക ഭീകരവാദ സംഘടനകളെയും താലോലിക്കുകയാണ് ഷാഫി പറമ്പിന്റെ ജോലി എന്ന് ഞങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് ഷാഫി പറമ്പിൽ MLA ആയതിനു ശേഷം ഈ സംഘടനകളുടെ ശക്തി എന്താണ് എന്നറിയണമെങ്കിൽ പാലക്കാട് ഒന്ന് പോയി നോക്കണം സുഹൃത്തുക്കളെ. जय जय BJP, जय जय BJP, जय जय BJP. അതുകൊണ്ട് വഖഫ് ബോർഡിന്റെ ഈ കിരാത നിയമം എന്നേക്കും ഇന്ത്യയിൽ നിന്നും അസ്ഥിരപ്പെടുത്തി അറുത്തു മുറിച്ച് മാറ്റപ്പെടണം. ലോകത്തുടനീളം അന്യന്റെ വസ്തുക്കളെ മോഹിച്ച് ജിഹാദികൾ കൈക്കലാക്കി കഴിഞ്ഞു. ഇന്ത്യയിൽ ഭീകരമത വർഗീയ പോരാട്ടങ്ങൾക്ക് ഈ ജിഹാദ് നിയമത്തിന് ഇടം കൊടുക്കരുത്. മുനമ്പം നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ,
മഴ പോലെ പെയ്തിറങ്ങി വാ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ മഴ പോലെ പെയ്തിറങ്ങി